ബാംഗ്ലൂരിലെ ഈ പുള്ളിക്കാരൻ തന്റെ IT ജോബ് റിസൈൻ ചെയ്ത് ഫാമിലി ബിസിനസ്സായ പലചരക്ക് കടയിലേക്ക് വരുന്നു. പുള്ളി ഒരു MCA ഗ്രാജുവേറ്റ് ആണെങ്കിലും പഠനത്തിൽ അല്പം മോശമായിരുന്നു. മാർക്ക് പിന്നെ 60% താഴെയായിരുന്നതിനാൽ ക്യാമ്പസ് പ്ലേസ്മെന്റ് അറ്റൻഡ് ചെയ്യാനും കോളേജുകാർ സമ്മതിച്ചില്ല. അപ്പൊ ജോലി വേണമെന്ന് വാശിയായി. സോ വരുന്ന ഓരോ വേക്കൻസിക്കും അപ്ലൈ ചെയ്ത് ഫൈനലി വിപ്രോയിൽ പ്ലേസ്ഡ് ആയി. ഭയങ്കര ഹാപ്പി. അങ്ങനെ ജോലിയായി മുന്നോട്ട് പോകുമ്പോഴാണ് തിരിച്ചറിവുകൾ വന്നു തുടങ്ങിയത്. മെല്ലെ ജോലിയോടുള്ള സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെയായി. ഇതുമായി ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്ന് മനസ്സിലായപ്പോൾ ആശാൻ പേപ്പർ ഇട്ട് തിരിച്ച് നാട്ടിലുള്ള പലചരക്ക് കടയിലേക്ക് രംഗപ്രവേശനം നടത്തി. കഥ അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. കാലഘട്ടത്തിന് അനുയോജ്യമായ മാറ്റങ്ങൾ ബിസിനസ്സിൽ കൊണ്ടുവന്ന് കസ്റ്റമേഴ്സായി നല്ലൊരു പേഴ്സണൽ കണക്ഷൻ ഉണ്ടാക്കിയെടുത്ത് ജീവനക്കാരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് ഒരു ഫാമിലി എന്ന പോലെ ചേർത്ത് പിടിച്ചപ്പോൾ 5 വർഷത്തെ കാലയളവിൽ ആ ചെറിയ പലചരക്ക് കടയിൽ നിന്ന് ഒരു ഹോൾസെയിൽ ഷോപ്പാക്കി മാറ്റാൻ മൊയ്തീന് സാധിച്ചു. അതിനോടൊപ്പം മറ്റു 3 ബിസിനസ്സുകളിലൂടെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. പിന്നെ പുള്ളിക്കാരന്റെ ജേർണി ഇൻസ്റ്റാഗ്രാമിലൂടെ ഷെയർ ചെയ്യാറുണ്ട്. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. ഒപ്പം ഞാനൊരു കാര്യം കൂടെ മനസ്സിലാക്കി, ഹീസ് എ വെരി ഗുഡ് സ്റ്റോറി ടെല്ലർ. മൊയ്തീൻ നമ്മളോട് പറഞ്ഞു വെക്കുന്നത് ഇത്ര മാത്രം: നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോൾ 100% സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നുവോ അത് ചെയ്യുക, വെട്രി കണ്ടിപ്പാ വരും എന്നാണ് പുള്ളിക്കാരന്റെ ഒരു ലൈന്. സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കമന്റ് ബില്ലോ. എന്റെ ഇത്തരത്തിൽ നല്ല ഇൻസൈറ്റ്സിനായി മറക്കാതെ നമ്മുടെ പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്യും.